അങ്ങനെ ദാമോദരമേനോനെ സുകുമാരക്കുറുപ്പാക്കി 2 ദിവസം ചർച്ചകളിൽ നിറഞ്ഞു നിന്ന 24 ന്യൂസ് ഇനിയിപ്പോൾ നേരിടാൻ പോകുന്നത് ഒരു വലിയ അന്വേഷണമാണ്. അവരുടെ സൈറ്റ് ഞാൻ രാവിലെ നോക്കുമ്പോഴൊന്നും ഇത് സംബന്ധിച്ച് ഒരു വാർത്തയും പിന്നെ അവിടെ അവശേഷിച്ചിട്ടില്ല. എല്ലാം മാറ്റിക്കാണെന്ന് തോന്നുന്നു. കാരണം ഇത് വളരെ ആസൂത്രിതമായിട്ട് നടത്തിയിട്ടുള്ള ഒരു വാർത്തയാണ്. നമ്മൾ വിചാരിച്ചത് ഇപ്പോൾ നമുക്ക് ഒരു വാർത്ത വന്നു, അതൊന്ന് സ്ഥിരീകരിക്കാൻ പോലും സമയം കിട്ടുന്നതിന് മുമ്പ് ചാടി വീണ് ഇത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു എന്നാണല്ലോ നമ്മൾ കരുതിയിരുന്നത്. എന്നാൽ ഇത് അങ്ങനെയല്ല സംഭവം എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതിനകത്തൊരു മുൻ അന്വേഷണ ഉദ്യോഗസ്ഥനുണ്ട്. ഇന്നലെ നമ്മൾ നടത്തിയ ചർച്ചയ്ക്കകത്ത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, അയാൾ പറയുന്നത് ഒന്നും ശരിയല്ല. അലി അക്ബർ എന്ന് പറഞ്ഞൊരു ഗ്രേഡ് എസ് ഐ ആയിരുന്നു. അയാൾ സ്ഥിരമായിട്ട് വന്നിരുന്ന് കള്ളത്തരം മാത്രം പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ. അയാൾക്ക് ഈ കേസിനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല. അടിസ്ഥാനപരമായി ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. അയാൾ പക്ഷേ ജനശ്രദ്ധ നേടാനാണോ എന്തിനാണോ എന്നറിയില്ല, എന്താണ് അയാളുടെ ഉദ്ദേശം എന്നറിയില്ല. അയാൾ പറയുന്നത് മുഴുവൻ കള്ളത്തരമാണ്. ആ കള്ളത്തരം കണ്ണുടച്ച് വിശ്വസിച്ച് പോയതാണ് 24 ന്യൂസിന് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം. അതായിരിക്കാനാണ് സാധ്യത. കാരണം ഏതെങ്കിലും റിപ്പോർട്ടർമാർ ഇയാളോട് ബന്ധപ്പെടുകയും ഇയാൾ പറഞ്ഞ എല്ലാം അതേപടി അങ്ങ് സ്വീകരിച്ചുകൊണ്ട് പിന്നെ ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിച്ചതായിരിക്കും ഈ ഒരു വലിയ ഗുലുവാലിൽ ചെന്ന് ഇവരെ എത്തിച്ചത്. ഏതാണ്ട് 1.5 മാസമായിട്ട് 24 ന്യൂസ് ഈ കുറിപ്പ് വാർത്തയ്ക്ക് പിന്നാലെയാണ്. അതായത് ഈ കുറിപ്പിനെ കുറിച്ചുള്ള അന്വേഷണം വീണ്ടും പൊടി തട്ടിയെടുക്കുന്നു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നായിരുന്നു. അത് വന്നതിന് ശേഷം ഈ 24 ന്യൂസ് ഈ വിഷയം വിടാതെ പിടിക്കുന്നുണ്ടായിരുന്നു. ഒരു നമ്മൾ തമ്മിൽ ക്ലോസ് എൻകൗണ്ടർ അങ്ങനെ കണ്ടൊക്കെ പറഞ്ഞ് കുറേ പരിപാടിയിൽ ഈ വാർത്ത സ്ഥിരമായിട്ട് അവർ ഫോളോ ചെയ്ത് പോരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി തന്നെയാണെന്ന് തോന്നുന്നു അവർ റിപ്പോർട്ടറെ ഈ ബ്രൂണ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അയച്ചിട്ട് അവിടെ പോയതെല്ലാം ഷൂട്ട് ചെയ്തു. പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് ഇപ്പോഴും ഒരു പിടിയുമില്ല. കാരണം ഈ ദാമോദരമേനോൻ എന്ന് പറയുന്ന ആൾ, അയാൾ ഉറ്റവരാലും ഉടയവരാലും ഉപേക്ഷിക്കപ്പെട്ട് യാതൊരു ഗതിയും പരഗതിയും ഇല്ലാതെ ഈ ബ്രൂണ എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞു പോരുന്ന ഒരാളാണ്. ഒരു വീഡിയോ ഉണ്ടല്ലോ, മനുഷ്യന് സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ, കഴിക്കാൻ പറ്റുന്നില്ല. ആ മനുഷ്യനെയാണ് സുകുമാരക്കുറിപ്പാക്കി മാറ്റിയത്. മാത്രമല്ല ഇവരതിന് പറഞ്ഞൊരു ന്യായം, 24 പറഞ്ഞൊരു ന്യായം, ഞങ്ങൾ ഈ വാർത്ത പുറത്തു വിട്ടതിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോയി, അയാൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു എന്നാണ് ഇവർ പറയുന്നത്. മാത്രമല്ല ഇവരൊരു വീട് കാണിക്കുന്നുണ്ട്, ഒരു കെട്ടിടം. അതെ, ഇവിടെ ഇയാൾ ഇവിടെയാണ് താമസിച്ചിരുന്നതെന്ന് വരെ കാണിക്കുന്നത്. ആരുടെ വീടാണെന്ന് ആർക്കറിയാം. എന്താണെങ്കിലും ഇതിൻ്റെ പിന്നിലൊരു വലിയ ഗൂഢാലോചനയാണ്. പാരിജാതൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഇതിനകത്തുണ്ട്. ഈ കഥാപാത്രം എനിക്ക് തോന്നുന്നു ഈ ദാമോദരമേനോൻ്റെ ഉറ്റ സുഹൃത്താണ്. എൻ്റെ ഒരു ഊഹമാണ്. ഇയാളെ നാട്ടിലെത്തിക്കണം, നാട്ടിലെത്തിച്ച ബന്ധുക്കൾ നോക്കും എന്നറിയാവുന്നതുകൊണ്ട് ഇനി ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഇയാൾ കുറുപ്പാന്ന് തട്ടിവിടുക. അത്രേ ഉള്ളൂ. അതാണ് ശരിക്കും. അതായിരിക്കും മിക്കവാറും. അതിന് ഈ മാധ്യമത്തെ ഒരു ടൂളാക്കി ഇയാൾ ഉപയോഗിച്ചു. അത് തന്നെയാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്. കാരണം അതല്ലാതെ ഇയാളെ കൊണ്ടുവരാക്കാരും ഭാര്യ മക്കളും അദ്ദേഹത്തെ സ്വീകരിക്കുന്നില്ല. അദ്ദേഹം വളരെ ദുരിതത്തിൽ ഇപ്പോൾ കഴിയുകയാണ്. പക്ഷേ നാട്ടിലെത്തിയാൽ അവർ അക്സെപ്റ്റ് ചെയ്ത് കൊള്ളാവുന്ന തൃശ്ശൂരിലെ ബന്ധുക്കൾ പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് അദ്ദേഹത്തിന് സ്വത്തൊക്കെ ഉണ്ടെന്ന് പറയുന്നത് നാട്ടിൽ 10 സെന്റ് ഉണ്ട്, സ്വത്തുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്തായാലും വീട്ടുകാർ കുടുംബക്കാർ ഇദ്ദേഹത്തേക്ക് നാട്ടിൽ കൊണ്ടുവരാനുള്ള എല്ലാ സഹായം ചെയ്യും. പക്ഷേ അതിലെങ്ങനെ നോക്കിയപ്പോൾ സർക്കാർ ചിലർ കൊണ്ടുവരാനുള്ളൊരു വിദ്യ ആയിരിക്കും ഒരുപക്ഷെ ഇദ്ദേഹം പയറ്റി വയ്ക്കാമെന്ന് തോന്നുന്നു. എനിക്കങ്ങനെ തോന്നാനുള്ളൊരു കാരണം, ഈ ചാനലുകളിൽ എപ്പോഴും വന്നിരുന്ന തള്ളുന്ന ആളാണ് ഈ അലി അക്ബർ. ഈ പാരിജാതൻ എന്ന് പറയുന്ന ആൾ നോക്കുമ്പോൾ ഇയാൾ അലി അക്ബറെ തന്നെ പിടിച്ചു കാണും. അതെ, എന്നിട്ട് ഇയാൾ തന്നെ ആവാം ഇയാളുടെ പാസ്പോർട്ടും ഫോട്ടോയും ഒക്കെ ഈ അലി അക്ബറിന് കൈമാറിയത്. ഈ അലി അക്ബറാണ് ഇത് ചാനലിന് കൈമാറിയത്. പക്ഷെ ഇന്നലെ തൊട്ട് അലി അക്ബർ തൻ്റെ നിലപാട് മാറ്റിയിട്ട് ഈ സംഭവമെല്ലാം നിഷേധിച്ച് മുങ്ങിയിരിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അയാൾക്കെതിരെ അന്വേഷണം വരും. അല്ല, ഇത് എവിടെ നിന്നാണ് എങ്ങനെ കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇയാളെ വെളിപ്പെടുത്തേണ്ടി വരുമല്ലേ? അതെ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ പാരിജാതൻ തന്നെ ആവണം ഈ അലി അക്ബർക്ക് ഇത് കൊടുത്തത്. അലി അക്ബർക്ക് കൊടുത്തിട്ട് പാരിജാതൻ തന്നെ പറയുകയാണ്, ഇത് 100% എനിക്ക് ഉറപ്പാണ്, എൻ്റെ കൂടെ ഇത്ര വർഷമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഓഫീസിൽ പോയി അയാളെ മേശപ്പുറത്ത് പാസ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കണ്ടു. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ അവിശ്വസനീയമാണ്. കാരണം നമ്മളെല്ലാവരും നമ്മുടെ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ ഭദ്രമായി പൂട്ടി വയ്ക്കാൻ എപ്പോഴും ശ്രമിക്കുള്ളൂ, അത് നഷ്ടപ്പെടാതിരിക്കാനേ നോക്കുള്ളൂ. സ്വന്തം ഓഫീസിലെ മേശപ്പുറത്തെടുത്ത് വെറുതെ പാസ്പോർട്ട് ഇട്ടിരിക്കുക എന്നൊക്കെ പറയുമ്പോഴേ അത് ആലോചിച്ച് നമുക്ക് ഇതെന്ത് കോമഡിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ അലി അക്ബറിലേക്ക് ഇത് ചെല്ലുന്നത്. അയാളിത് ഈ ചാനലുകാരോട്, കാരണം അലി അക്ബറിന് ഉറപ്പാണ് ഇത് സുകുമാരക്കുറുപ്പാണ്, അതുകൊണ്ടാണ് അയാളത് ചാനലുകാർക്ക് കൊടുക്കുക. ചാനലുകാർ ഉറപ്പിക്കുന്നത് എന്താണ്, ഇത് മുൻ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ഇത് തന്നിരിക്കുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും
അയാളെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. അതോടുകൂടി ഞങ്ങൾ കുടുംബിയെ ഞാൻ പിടിച്ചു എന്ന് നന്ദന സിനിമയിൽ പറയുന്ന പോലെ ഞങ്ങൾ സുകുമാരക്കുറുപ്പിനെ പിടിച്ചു എന്ന് പറഞ്ഞ് ഇവരവിടെ ബഹളം ഉണ്ടാക്കും. ഉള്ളിൽ ചിരിക്കുന്ന നമ്മളെ വാരജാതനായിരിക്കും. എൻ്റെ മിഷൻ സക്സസ്. ഇപ്പൊ മിഷൻ സക്സസ് ആണ് ഏറെക്കുറെ. കാരണം നോർക്ക ഇടപെട്ടിട്ടുണ്ട്. ആ മനുഷ്യനെ നാട്ടിൽ കൊണ്ടുവന്ന് അവർ ബന്ധുക്കൾ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അല്ലാതെ വേറെ ഇതിനകത്ത് വേറെ ദുരുദ്ദേശമൊന്നും വേറെ ഇല്ല. പക്ഷേ ഇതിനെ അവർ ആ ചാനലിനെ ബലിയാടാക്കി എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ചാനലുകാരും ശരിക്കും പറഞ്ഞാൽ ആധികാരികമായി ഇതിന് പരിശോധിക്കാൻ പറയാൻ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ബ്രൂണൈ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുമായിട്ട് നയതന്ത്ര ബന്ധമുള്ള രാജ്യം തന്നെയാണ്. അവിടെ എംബസിയൊക്കെ ഉള്ളത് തന്നെയാണ്. അവർക്ക് ശരിക്കും ഒരു ആ രീതിയിൽ അന്വേഷണം നടത്തി വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് എന്തായാലും മാധ്യമ ഡൽഹി ബ്യൂറോയിലൊക്കെ ബന്ധങ്ങൾ കാണുമല്ലോ, അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കുകയും എന്നിട്ട് ഇക്കാര്യത്തിൽ ഒരു ആധികാരികത വരുത്തിയതിന് ശേഷം മാത്രം ഈ വാർത്ത പുറത്തു വിട്ടാൽ മതിയായിരുന്നു. ഇല്ല, അങ്ങനെ വന്നാൽ ഇത് ഇയാളെ കൊണ്ടുവരാൻ ആരും നിൽക്കുകയില്ലല്ലോ. ഇതിപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇതിപ്പം പെട്ടെന്ന് ഒരു എളുപ്പമായി മാറിയത്. ഇപ്പം ഇതുപോലെ പലവിധ തട്ടിപ്പ് കേസിൽ കുടുങ്ങി. ഇപ്പം നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരുപാട് തട്ടിപ്പ് നടത്തി ഗൾഫിലേക്ക് മുങ്ങിയ ഒരു ദമ്പതികളുണ്ട്. അപ്പോൾ ഇവരെ ഇന്റർപോൾ നോട്ടീസ് അയച്ചു, അതായത് ലുക്കൗട്ട് നോട്ടീസ് അയച്ചു കേരള പോലീസ്. ഇന്റർപോൾ എന്ത് ചെയ്തു, ഇവർ ഗൾഫിൽ താമസിക്കുന്നിടത്തു നിന്ന് പൊക്കി. ഇവർക്ക് അവിടെ ഒരു ഗതിയും പരഗതിയില്ല, ഭക്ഷണം പോലും കഴിക്കാൻ പൈസ ഇല്ല, അവരവിടെ നിൽക്കുക. അപ്പോഴാണ് ഇന്റർപോളിൻ്റെ ഈ ലുക്കൗട്ട് നോട്ടീസ് വരുന്നത്. ഇന്റർപോൾ അവർ താമസിക്കുന്നിടത്ത് ചെന്ന് പിടിച്ച് അടുത്ത ഫ്ലൈറ്റിന് കയറ്റി ഡൽഹിയിൽ ഇറക്കി വിട്ടു. ഇവിടുന്ന് കേരള പോലീസിലൊരു സംഘം അടിച്ചുവിട്ട് ഡൽഹി ചെന്നു. അടുത്ത ഫ്ലൈറ്റിന് അവരെയും കൂട്ടി ഇവിടെ നാട്ടിലെത്തി കോടതി കൊണ്ട് ഹാജരാക്കിയപ്പോൾ കോടതി അപ്പം തന്നെ ജാമ്യം കൊടുത്തു. അവർ രണ്ടുപേരും ഒരു ഓട്ടോറിക്ഷയിൽ പിടിച്ച് അവരുടെ വീട്ടിൽ പോയി. 5 പൈസ ചിലവില്ലാതെ നാട്ടി വന്നു. അപ്പോൾ അന്ന് അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന DYSP, അത് നമ്മുടെ അടുത്ത സുഹൃത്താണ്, അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്തുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ വിശാഖ, എൻ്റെ കയ്യിലിരുന്ന പൈസ മുഴുവൻ പോയി. ഞാൻ ഭാര്യയുടെ കയ്യിൽ നിന്ന് കടം മേടിച്ചിട്ടാണ് ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തത്. ഇവിടുന്ന് 5 പോലീസുകാർ അങ്ങോട്ട് ഫ്ലൈറ്റിൽ, അവിടുന്ന് 5 പോലീസുകാരും ഈ പറഞ്ഞ 2 പേരും 7 പേര് ഇങ്ങോട്ട്. ഇത് മുഴുവൻ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത്. ഇത് റീഇംബേഴ്സ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഈ പൈസ എന്ന് തിരിച്ചു കിട്ടും. പിന്നെ 2 കൊല്ലത്തിന് ശേഷമാണ് ആ പൈസ തിരിച്ചു കിട്ടുന്നത്. പുള്ളി പറയുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് എന്താണ് ഇവിടോട്ട് കൊണ്ടുവന്ന് കോടതിയിലോട്ട് ഹാജരാക്കി. ഇവിടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തി മുങ്ങിയവരാണ്. ഇവിടെ കോടതിയിലോട്ട് ഹാജരാക്കി. കോടതി എന്ത് ചെയ്യുന്നറിയോ? കോടതി അപ്പോഴേ ജാമ്യം കൊടുത്തു. ഇവിടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയവരെ ഒരുപാട് കാലഘട്ടത്തിലുള്ള വകുപ്പൊന്നുമില്ല. നമ്മളെ നിയമം മാറ്റേണ്ടി വരും. ഉള്ള നിയമം വെച്ച് നോക്കുമ്പോൾ അവർക്ക് ജാമ്യം കിട്ടും. ഈ ബ്ലേഡ് കമ്പനിക്കാർ തട്ടിപ്പ് നടത്തുന്നവരെല്ലാവരും അവസ്ഥ ഇത് തന്നെയാണ്. എന്ന് പറഞ്ഞ പോലെ ഈ ദാമോദര മേനോനെ നാട്ടിലെത്തിക്കാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല, നല്ല ചിലവാണ്. പിന്നെ എന്താണ് മാർഗം? പിന്നെ ഇതേ ഉള്ളൂ മാർഗം. ഈ മാർഗം സ്വീകരിച്ചു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതാണ് സംഭവിക്കാനും പോകുന്നത്. ഇപ്പോൾ അടുത്ത ഈ ദാമോദര മേനോന്റെ ബന്ധുക്കൾ ഒരുപക്ഷെ ഈ ചാനലിന് ഇയാൾക്കെല്ലാം എതിരെ നഷ്ടപരിഹാരത്തിന് പോവുകയാണെങ്കിൽ അവർ വിടും. അതിന്റെ പിന്നെ ക്രിമിനൽ കേസ് വരില്ല. ഒരാളെ അപമാനിച്ച ഒരു മാധ്യമത്തിലൂടെ പരസ്യമായിട്ട് മാന്യ ജീവിച്ചിരുന്ന, അതും വയോധികനായ അവശ നിലയിലുള്ള ഒരു മനുഷ്യനെ അയാൾ തട്ടിപ്പുകാരനാണെന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തെന്ന് പറഞ്ഞാൽ അത് വലിയ ഗുരുതരമായ പിഴവാണല്ലോ. അവർക്ക് നിയമപരമായി അവർക്ക് നേരിടാം. എന്തായാലും 2 ദിവസമായിട്ട് ഈ ഹാഷ്മിയും SKNനും ഇവർ എയറിലാണ്. എയറിൽ നിന്ന് അവർക്ക് ഇറങ്ങാൻ നേരം കിട്ടിയിട്ടില്ല. കാരണം അതുപോലെ. അപ്പോൾ സത്യത്തിൽ നമ്മൾ ഇതിനകത്ത് മാധ്യമപ്രവർത്തനത്തിന്റെ ഒരു അധപ്പതനം കൂടി മനസ്സിലാക്കി. ഈ കഴിഞ്ഞ ആഴ്ച മറ്റേ നമ്മുടെ അഖിലുമാരാരനെ ഹാഷ്മി എയറിലാക്കി നിർത്തിയിരിക്കുകയാണ്. ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല അവിടെ നിന്ന്. അതിന്റെ പുറകെയാണ് ഇപ്പൊ ഹാഷ്മിയും കൂടെ എയറിലായത്. ഈ മാധ്യമപ്രവർത്തന രീതി, നമ്മളൊക്കെ പഠിച്ച ഒരു മാധ്യമപ്രവർത്തന രീതിയുണ്ട്, ഒരു സംസ്കാരമുണ്ട്, ഒരു ശൈലിയുണ്ട്. നമ്മൾ ഒരു കാരണവശാലും ഒരു വാർത്ത കൊടുക്കുമ്പോൾ അതിൽ നമുക്ക് 100% ഉറപ്പില്ലാതെ, അത് എഡിറ്റോറിയൽ ഇടപെടലില്ലാതെ ആ വാർത്ത വരാറില്ല. ഇതാണ് നമ്മുടെ. കാരണം ഒരു ലേഖകനെ ആണ് സ്ഥാപനം വിശ്വാസത്തിലെടുക്കുക. ആ ലേഖകൻ വിശ്വാസത്തിലെടുക്കാൻ തൻ്റെ സോഴ്സിനെയാണ്. ആ സോഴ്സ് പറ്റിച്ച പണിപാളും. ഇവിടെ 24 ന്യൂസിന് പറ്റിയ അമളി എന്താണ്? അവരവരുടെ ആ സോഴ്സിനെ അവർ കണ്ണുടച്ച് വിശ്വസിച്ചു. അത് ഈ പോലീസുകാരനായിരുന്നു. അയാളെ കണ്ണുടച്ച് വിശ്വസിച്ചു. അയാൾ പാരിജാതനെ കണ്ണുടച്ച് വിശ്വസിച്ചു എന്ന് വേണം കരുതാൻ. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പായി, ഇതിനെക്കുറിച്ച് സംബന്ധിച്ച് അന്വേഷണം വരുന്നുണ്ട്. ഈ അന്വേഷണം വരുമ്പോൾ അറിയാം ആരാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഗൂഢാലോചന. അല്ല, അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേണം. കാരണം നമ്മുടെ ഒരു കേരളീയ ജനത, മലയാളികൾ സത്യം പറഞ്ഞാൽ സുകുമാരക്കുറുപ്പിനെ പിടിച്ചോന്ന് എല്ലാവരും എത്ര വർഷങ്ങളെ കാത്തിരിക്കുന്ന ഒരു സംഭവമാണ്. സന്മക്കളൊക്കെ സമാധാന സിനിമയിൽ ശ്രീനിവാസൻ പറയാം സുകുമാരക്കുറുപ്പിനെ പിടിക്കാൻ ഇറങ്ങിയാണ് രാവിലെ.
അന്നത്തെ കാലത്ത് ഒരുപാട് സിനിമകളിലെ തമാശ രംഗങ്ങളിലെല്ലാം വരുന്ന ഒരാളായിരുന്നു സുകുമാരക്കുറുപ്പ്. അപ്പോൾ സുകുമാരക്കുറുപ്പിനെ കിട്ടിപ്പോയി എന്ന് പറയുമ്പോൾ നാളൊക്കെ എല്ലാവരും സന്തോഷമാണ്, വലിയ കൊലക്കേസിലെ പ്രതി ആത്തായല്ലോ എന്നൊക്കെയാണ്. പക്ഷേ അതിപ്പോൾ മലയാളികളെ മുഴുവൻ കളിയാക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മളെ പറ്റിക്കുന്നത് പോലെ ആയി എന്നുള്ള വിഷയമുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഇതിനെതിരെ ആ നിയമ നടപടി സ്വീകരിക്കുക തന്നെ ചെയ്യും ആരെങ്കിലും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരുപക്ഷെ ഈ മേനോൻ്റെ കുടുംബാംഗങ്ങൾ തന്നെ ഇറങ്ങുകയാണെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും അവർക്ക്. അല്ലെ, ഒരു സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയെ തകർന്നില്ലേ? അതെ. അവിടെയാണ് ഇതോടുകൂടി ആ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത ഇല്ലാതായി. ഇത് എല്ലാ ഇപ്പോഴത്തെ ന്യൂജൻ ജേർണലിസ്റ്റുകൾക്കെല്ലാം ഒരു പാഠമായിരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ.